സോ ഹലോ ഫാമിലി, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അമ്മനെ പറ്റിയിട്ടാണ്. അതായത് ആ അമ്മ പറഞ്ഞ കാര്യം 101% ശരിയാണ്. റിയാക്ട് ചെയ്തത് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യേണ്ടത്. ആൻഡ് അതിലൊരു കാര്യത്തിലുള്ള വീട്ടഭിപ്രായം എനിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോ ആ അമ്മ ചെയ്ത് കൂട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഇതായി തോന്നുന്നില്ല. നമുക്ക് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം റിയാക്ട് ചെയ്യുമ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരു ക്രിഞ്ചായിട്ട് തോന്നും. അതിലെ വരാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ ഞാൻ പിടിക്കും ആരായാലും പിടിക്കും. നിങ്ങൾ അതിലെ വരൂല, ടാർഗറ്റ് കൊടുക്കും. നിങ്ങൾ അതിലെ വരൂല. എന്താ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ അടുത്ത് വൈറലായ ഒരു അമ്മനെ പറ്റി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് പ്രഭാവതി അമ്മ. ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതാണ് ക്ലിപ്പ്. അപ്പൊ ഇതില് ആ അമ്മ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആൻഡ് റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ പോകുമ്പോഴേക്കും ആള് കുറച്ച് പേടിച്ചിട്ട് അവിടുന്ന് മൂവ് ആവുന്നുണ്ട്. അത് അമ്മ ചെയ്ത് ഭയങ്കര ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ വണ്ടി ഫുട്പാത്തിൽ കൂടെ ഓടിക്കാൻ പാടില്ല. അതുവരെ ഓക്കെ ആയിരുന്നു. അതായത് ഇത് കഴിഞ്ഞു പാൻ ഇന്ത്യ ആയിട്ട് മൊത്തത്തിൽ അമ്മനെ സപ്പോർട്ട് ചെയ്യുന്നു, അമ്മനെ കണ്ടന്റ് ഉണ്ടാക്കുന്നു, എല്ലാം ഓക്കെ ആയി. ബട്ട് ഇത് കഴിഞ്ഞിട്ട് അമ്മ തന്നെ ഒരു ട്രാഫിക് പോലീസ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടത്. അതിന്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടുതരാം. അങ്ങനെ വരുമ്പോ ഇപ്പൊ അങ്ങനെ ട്രാഫിക് പോലീസ് കളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് കുറച്ച് പ്രായമായ സ്ത്രീയാണ്. അപ്പോ എങ്ങാനും വല്ല ബൈക്ക് അങ്ങനെ പിടിച്ച് വലിക്കുന്ന രീതിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആ ആൾക്കാണ് എന്റെ ഒരു മൊത്തത്തിലൊരു ഉത്തരവാദിത്വം വരിക. അയാളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് തന്നെയാണ്. അതായത് ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴാണല്ലോ ഈ അമ്മ പോയി സംസാരിക്കുക. അത് ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല. എന്നിരുന്നാലും അതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ട്രാഫിക് പോലീസ് വേണ്ടൊരു സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ട്, വീഡിയോ ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പണിഷബിൾ ആയിട്ടൊരു ഒഫൻസ് ആണ്. നമുക്ക് 5000 രൂപ തൊട്ടിട്ട് 10,000 രൂപ വരെ നമുക്ക് അടിച്ചു കിട്ടുന്ന ഒരു ഒഫൻസ് ആണ് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ വണ്ടിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചൂടാവുക അല്ലെങ്കിൽ വണ്ടി പിടിച്ച് വലിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ ഒരു വശം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു മാതൃകയായി. ബട്ട് വീണ്ടും വീണ്ടും നമ്മൾ യൂട്യൂബേഴ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണിത്. ബാക്കിയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയും, അതൊക്കെ അത്രേ ഉള്ളൂ. അതിൽ എനിക്ക് പറയാനുള്ളത് ഒരു 2 പോയിന്റ് ഓഫ് വ്യൂ എനിക്കിതിലുണ്ട്. ഇതിപ്പോ ഫുട്പാത്തിൽ കയറുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ്. അത് ചെയ്യുന്നത് ഭയങ്കര കുറ്റകരമായിട്ടൊരു കാര്യമാണ്. അത് ഡേഞ്ചർ തന്നെയാണ്. ഇപ്പോ ഫുട്പാത്ത് പറയുന്നതിൽ അതിനെ കണ്ടോ, ഫുട്പാത്ത് പറയുന്നത് എന്താണ്? നടപ്പാത എന്നാണ്. അതായത് നമുക്ക് നടക്കാനുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ അതിൽ നടക്കാൻ മാത്രം ചെയ്യുക, അതിൽ വണ്ടി ഓടിച്ച് കയറ്റാൻ പാടില്ല. താഴെ എത്രത്തോളം ട്രാഫിക് ഉണ്ടായാലും കുഴപ്പമില്ല. ആരും വണ്ടി ഫുട്പാത്തിൽ കയറ്റാണ്ട് നോക്കുക. നമ്മള് ഒരു സിവിക് സെൻസ് വേണ്ടൊരു കാര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ആൾക്കാരില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഫുട്പാത്തിൽ വണ്ടി കയറ്റാൻ പാടില്ല. അത് അങ്ങനെയാണ് റൂളാണ്. അതായത് ഇപ്പോൾ രാത്രി ആൾക്കാർ ഇഷ്ടംപോലെ ഫുട്പാത്തിൽ കൂടെ വണ്ടി പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ അങ്ങനെ ഒരു കേസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് 8 സമയത്ത് വെറുതെ ഒരു ഫണ്ണിന് ഇപ്പോ ഫുട്പാത്തിലേക്ക് ഒരു വണ്ടി ഓടിക്കുക, എന്നിട്ട് തലങ്കൂത്തി വീഴുന്നുണ്ട്. അതിന്റെ വീഡിയോസ് കുറെ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഫുട്പാത്തിൽ ഒരു വണ്ടി ഓടിച്ച് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അമ്മനെ പോലെ നമ്മൾ പ്രതികരിക്കണം. അത് 101% ശരി തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഇത് ആദ്യത്തെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. രണ്ടാമത്തെ POV എന്താ വെച്ചാൽ, ലൈക്ക് ഞാൻ അപ്പോഴും ആലോചിക്കുന്ന ഒരു കേസാണ്. അതായത് നമുക്ക് ഫുട്പാത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നടക്കാനാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മളിവിടെ വണ്ടി കയറ്റാൻ പാടില്ല, മനസ്സിലായി. ബട്ട് ഈ റോഡിന്റെ നടുവിൽ കൂടെ നടക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും, അതായത് ഒരു 90% ടൈമിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ ആൾക്കാർ ഈ വൈറ്റ് ലൈൻ, അതായത് ആ ഒരു ബോർഡർ ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈനിന്റെ ഇപ്പോഴത്തെ സ്ഥലം ഉണ്ടായിട്ടും വേണം വെച്ചിട്ട് ഈ റോഡിന്റെ സെന്ററിൽ കൂടെ നടക്കാം. അപ്പൊ ഇവന്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ വെച്ചാൽ വണ്ടിക്കാർ ശ്രദ്ധിക്കണം, അല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് ചവിട്ടും, അവര് ലെഫ്റ്റ് വഴിക്കും റൈറ്റ് വഴിക്കും, അതൊക്കെ അവർ നോക്കിക്കോളും എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇവര് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിന് പ്രതികരിക്കണമല്ലോ. നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടും തിരിച്ച് സംസാരിക്കേണ്ടത് തന്നെ വേണം. ഇപ്പോൾ ഒരാള് അതായത് റോഡിന്റെ നടുവിൽ കൂടെ നടക്കുന്നുണ്ട്, അതിനവിടെ അടുത്ത് ഫുട്പാത്ത് ഉണ്ടായിട്ടും അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ തിരിച്ച് പറയുന്നത് വേണം. അതായത് ഈ റോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വണ്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലേ.
അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് സെന്ററിൽ കൂടെ നടക്കാൻ പാടില്ല. റോഡ് യൂസ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, അതായത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോ വൈറ്റ് ലൈനിന്റെ സൈഡിൽ കൂടെ നടക്കാൻ നോക്കുക. അതേപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് സൈൻസ് കാണിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാണ്ട് നമ്മള് കെയർലെസ് ആയിട്ട് ഇങ്ങനെ വണ്ടിക്കാർ നോക്കുമല്ലോ എന്നിട്ട് നമ്മൾ ഒരിക്കലും നടക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു PO ഈ കേസിൽ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അതായത് ഫുട്പാത്തിൽ വണ്ടി കയറ്റുന്നതും തെറ്റാണ്, അതേപോലെ ഈ റോഡിനെ നടുക്കൂടെ നടക്കുന്നതും തെറ്റാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു കോഴി രണ്ട് വശങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതും കൂടി നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പറയുമെങ്കിൽ ഈ ഒരു തോന്നൽ വന്നാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടിട്ട് നടക്കുക, വണ്ടി ഓടിക്കുക. ഈ റോഡ് നമ്മളുടെ മാത്രമല്ല, വേറെ ആൾക്കാരും കൂടിയിട്ടാണ്, അവരും ടാക്സ് അടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. സോ ദിസ് ഈസ് മല്ലു ആൻഡ് ത്രോട്ടൽ. ബൈ ബൈ.